കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് ഗ്രാഫ് താഴ്ന്നുകൊണ്ടായിരുന്നു, ഇടയ്ക്ക് ഗ്രാഫ് ഉയരും, ഇടയ്ക്ക് ഗ്രാഫ് താഴും, അങ്ങനെയായിരുന്നു. എനിവേ ക്ലൈമാക്സിനോട് എടുത്തപ്പോ നല്ലതുണ്ടായിരുന്നു. ക്യാമിയോ കുറച്ചും കൂടെ ഇമ്പാക്ട് ആക്കായിരുന്നു എന്നൊരു ഫീലാണ് വന്നത്. ആക്ഷൻ സീനുകളൊക്കെ ഓൾവേസ് വൈശാഖിന്റെ നല്ല ആക്ഷൻസ് ആണ്. അത് ഇതിൽ നെറ്റിച്ചിട്ടുള്ള നല്ല രീതിയിൽ തന്നെ ആക്ഷൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഉള്ള ക്യാമിയോ കുറച്ചും കൂടെ ഒന്ന് ഇമ്പാക്ട് ആക്കണം എന്ന് പേഴ്സണലി ഫീൽ വന്നത്. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനാണ്. ലാലേട്ടന്റെ റോള് അതാണ് പറഞ്ഞ ക്യാമിയോ കുറച്ചും കൂടെ ഒന്ന് ഇമ്പാക്ട് ആക്കായിരുന്നു. കൊച്ചിന് ഇത്രയും കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഓരോരുത്തരുടെ ഒപ്പീനിയൻ പോലെ ഇരിക്കും. ഇത്തവണത്തെ ഓണം നാളെ ഉണ്ടല്ലോ. പിന്നെ ഓരോ പ്രേക്ഷകരുടെ ഇതുപോലെ ഫാമിലി ഓഡിയൻസ് ഒക്കെ എങ്ങനെയുണ്ട് പടം? നല്ല പടം, നല്ല പടം, നല്ല എന്റർടൈൻമെന്റ് സിനിമ. ഗംഭീരമായിട്ട് നല്ല ഒരു ഓണത്തിനൊക്കെ നല്ല എന്റർടൈൻമെന്റ് മൂഡിൽ ഇരുന്ന് കാണാൻ പറ്റിയ നല്ല സിനിമ. പുലിമുരുകന്റെ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടർ പടമല്ലേ. അപ്പൊ ആ ഒരു മൂഡ് തന്നെയാണ് ഇതിലും. നല്ലൊരു എന്റർടൈനർ ആണ്. യൂത്തിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഫാൻസിനൊക്കെ നല്ല ഫാൻസിനൊക്കെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഖലീഫ. ലാലേട്ടനാണോ പൃഥ്വിരാജ്? എല്ലാവരും നന്നായിട്ടില്ല. ലാലേട്ടന്റെ ക്യാമിയോ റോളാണെന്ന് അറിയാം. എന്നാലും ക്യാമിയോ റോള് വരുന്നുണ്ടില്ലേ, അടിമാറിന് രക്ഷ കിട്ടും. ലാസ്റ്റ് 10 മിനിറ്റ് ഗംഭീരമായിട്ടുണ്ട്. രക്ഷയില്ല, ഗംഭീര പടം. ഓണം അപ്പൊ മോഹിനിയുടെ തിരിച്ചുവരവ് അങ്ങനെ പറയാൻ പറ്റില്ല. എന്റർടൈനറാണ്, എല്ലാവരും നന്നായിട്ടുണ്ട്. നമുക്ക് ഓർഡിക്കില്ല. മോഹിനിയുടെ തിരിച്ചുവരവ് നന്നായി. ഗംഭീരമായിട്ട് ആരും മോശം അഭിനയം കാഴ്ചവെച്ചില്ല. എല്ലാവരും അവരുടെ റോളുകൾ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മസ്റ്റായിട്ട് എന്റർടൈനർ മൂവി ഖലീഫ. ഓണം തൂക്കി. അത് ഭയങ്കര ബഹളായിരുന്നു. എന്തായിരുന്നു ആൾക്കാർ അത് എൻജോയ് ചെയ്യണത് ആഘോഷിക്കേണ്ട സിനിമ തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓ എന്റെ പൊന്ന്, അതൊക്കെ ഭയങ്കരമായ ചോദ്യമല്ലേ. ലാലേട്ടൻ ആദ്യം പറയും. ലാലേട്ടൻ ഒരു കണ്ണ് ചിമ്മണ സീൻസിൽ മറിഞ്ഞു പോയാലും നമുക്കത് ഭയങ്കര വേറെ ഫീലാണ്. സോ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കൊണ്ടുപോയി തന്നെ പറയാം. ഇനി പടങ്ങൾ ഇറങ്ങാനുണ്ടല്ലോ. എനിക്ക് എന്താ ഇത് ഈ ഇറങ്ങിയത് എനിക്ക് ഇഷ്ടമായി. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. ശരി, മലയാളികളെ ഞെട്ടിച്ചറിഞ്ഞ് പഴയ തലമുറ പുതിയ തലമുറ, അത് ഞാൻ പറയൂ. കാരണം പൃഥ്വിരാജും ടൊവിനോ മൊയ്തീൻ പഴയ തലമുറ, പുതിയ തലമുറയാണെങ്കിൽ ലാലേട്ടൻ നമ്മുടെ പഴയ എത്രയോ തലമുറകളായിട്ട് ലാലേട്ടൻ മമ്മൂട്ടി ലാലേട്ടൻ മമ്മൂട്ടി വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഇത്രയും നല്ലൊരു ധൈര്യമായിട്ട് ഒരു സബ്ജക്ട് എടുത്ത് ഇതിൽ പറയാന്ന് DOP ഇട്ടു. ആക്ഷൻസ് ഒന്നും പറയാനില്ല. കാരണം ഇംഗ്ലീഷ് സിനിമയെ വെല്ലുന്ന ആക്ഷൻസ് ഓരോ സീക്വൻസും മലയാളികൾ കാരണം ഇത് എനിക്കൊന്ന് നല്ലൊരു തിയേറ്ററിൽ കണ്ണിന്റെ ആൾക്ക് ഒരു 5-6 പ്രാവശ്യം കാണാൻ പറ്റും. കാരണം അത്രയും ബോറടിപ്പിക്കുന്ന ടൈം പറഞ്ഞു. നല്ലൊരു കഥ, നല്ലൊരു തീം എടുത്തിരിക്കുന്നത്. അതിന് വൈശാഖ് സാറിന് ഇതിന്റെ പ്രൊഡ്യൂസർ അത്രയും നല്ലൊരു ദർശിപ്പിക്കുന്ന സിനിമ നമുക്ക് ലഭിക്കുന്നത്. ഓണം കളർഫുള്ളായി, ഇപ്പോഴേ കളർഫുള്ളായി, എല്ലാം കളർഫുള്ളായിട്ട് മലയാള സിനിമയെ കൊടുമുടിയിൽ എത്തിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരുന്നു.